കരുവന്നൂരിലെ കള്ളക്കേസിന്റെ മറവിൽ സിപിഎമ്മിനും നേതാക്കൾക്കുമെതിരെ കള്ളക്കേസുകൾ ചമച്ച ഇഡിയുടെ നടപടിക്കെതിരെ സിപിഎം നേതൃത്വത്തിലുള്ള ജനകീയ പ്രതിഷേധം തുടങ്ങി. പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ കൂടി ചേരുകയാണ്. ശരത്ത്, സിപിഎമ്മിനെതിരെ ചമച്ച കള്ളക്കേസ്, രാഷ്ട്രീയ പകപോക്കൽ, അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ ജനകീയ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സിപിഎം നേതാക്കളെ, സിപിഎം എന്ന് പറയുന്ന പാർട്ടിയെ വേട്ടയാടാൻ ഒരുക്കമിട്ടുള്ള ബിജെപിയുടെ നീക്കങ്ങൾ അതിന് ദേശീയ അന്വേഷണ ഏജൻസിയായി ഇഡി ഉപയോഗപ്പെടുത്തുന്നു. എന്താണ് ഇപ്പോൾ ഈ റാലിയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ആരൊക്കെയാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത്? സിജു, തീർച്ചയായിട്ടും ഇത്തരത്തിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ പകപോക്കലിനാണ് കഴിഞ്ഞ ദിവസത്തെ ഇ ഡി കുറ്റപത്രത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടത്. ബി.ജെ.പി കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കുറ്റപത്രമായിരുന്നു കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM എന്ന പാർട്ടിയെയും പാർട്ടിയുടെ സമുന്നതരായ 3 നേതാക്കളെയും പ്രതി ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. അതിനെതിരെ അന്ന് തന്നെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടുമെന്ന് CPIM വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള ഏറെക്കുറെ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇഡിയുടെ ഈ രാഷ്ട്രീയ ചട്ടുകമാകുന്ന ഈ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് തൃശൂർ CMS സ്കൂളിന് സമീപത്ത് നിന്നും മാർച്ച് ആരംഭിച്ചത്. കോർപ്പറേഷൻ പരിസരത്താണ് പൊതുയോഗം തീരുമാനിച്ചിരിക്കുന്നത്. പൊതുയോഗം CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം പൊതുയോഗം നടക്കുന്ന വേദിയിലേക്ക് മാർച്ചെത്തും. തൃശൂർ നഗരത്തെ ചുറ്റിക്കൊണ്ട്, തൃശൂർ റൗണ്ടറി ചുറ്റിക്കൊണ്ട് ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സിജു, ശരത്ത്, ഒരുപക്ഷെ നമുക്കറിയാം കോടതിയിൽ പോലും നിലനിൽക്കാത്ത തരത്തിലുള്ള ഒരു കേസ്. ഈ കേസിലെ പ്രധാന പ്രതിയായ സുനിൽകുമാറിനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് CPIMന്റെ സമുന്നതരായ നേതാക്കൾ SC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, M വർഗീസ് അടക്കമുള്ളവരെ പ്രതിയാക്കിയ ഇഡിയുടെ നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേരള സമൂഹം വിലയിരുത്തി കഴിഞ്ഞു. മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇഡി കേസുമായി രംഗത്തെത്തിയെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഇഡി കൈക്കൂലി വാങ്ങി, 34 കോടിയിലധികം രൂപ കൈക്കൂലി വാങ്ങി ഇഡിയിലെ ഉദ്യോഗസ്ഥൻ 1-ാം പ്രതിയായി നിൽക്കുന്ന സാഹചര്യം, നിരവധി കൊച്ചി യൂണിറ്റിലെ ഇഡി ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന സാഹചര്യത്തിൽ അവിടെ സംസ്ഥാന സർക്കാർ വിജിലൻസ് വിഭാഗം വലിയ തരത്തിലുള്ള പരിശോധന നടത്തുമ്പോൾ ഇവിടെ CPIM എന്ന് പറയുന്ന പാർട്ടി അടക്കം പ്രതി ആക്കിക്കൊണ്ടുള്ള ഇഡിയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമല്ലാതെ മറ്റെന്തെന്നാണ് കേരള സമൂഹം ചോദിക്കുന്നത്. ഏതായാലും ആ പ്രതിഷേധം ഇപ്പോൾ തൃശ്ശൂരിൽ അലയടിക്കുകയാണ്. സിജു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. വളരെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാത്രമുള്ള ഒരു കുറ്റപത്രമായിരുന്നു ഇത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരായ BJPയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇഡി നൽകിയ ഒരു കുറ്റപത്രമായിരുന്നു ഇത്. CPIMന്റെ സമുന്നതരായ നേതാക്കളെയും പാർട്ടിയെയും ഇത്തരത്തിൽ പ്രതികളാക്കിക്കൊണ്ട് നൽകിയ കുറ്റപത്രം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നത് CPIM അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിലെ പ്രധാന കുറ്റക്കാരനായ വ്യക്തിയെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ഇതിനകത്ത് വീഴ്ചകൾ സംഭവിച്ചവർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരെ ഇത്തരത്തിൽ പ്രതികളാക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്ന് തന്നെ വളരെ കൃത്യമായി പറഞ്ഞൊരു മറ്റൊരു കാര്യമാണിത്. ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ചുകൊണ്ടാണ് ഈ കരുവന്നൂർ കേസ് ഇഡി ഏറ്റെടുക്കുന്നതും അതിനകത്ത് വലിയ രീതിയിലുള്ള പരിശോധനകളും ഈ പാർട്ടി നേതാക്കൾക്കെതിരെ, CPIM നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള വാർത്തകളും അഭ്യൂഹ വാർത്തകളും പരത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇഡി ചെയ്ത ഒരു നടപടിയാണെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഇഡി കൈക്കൊണ്ട നടപടികൾ കോടതി വരെ, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇഡി കൈക്കൊണ്ട നടപടികൾ പല ഘട്ടത്തിൽ കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ CPIMനെയും CPIMന്റെ നേതാക്കളെയും അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടി നൽകിയ ഈ കുറ്റപത്രത്തിനെതിരെയാണ് ഇത്തരത്തിൽ CPIMന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ റാലി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും പാർട്ടി സഖാക്കൾ എത്തിയിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകരെത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഈ ബഹുജന റാലിയിൽ, പ്രതിഷേധ റാലിയിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. സിജു, ശരത്ത്, മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇഡി എല്ലാ അധികാര പരിധികളും വിടുന്നു, രാഷ്ട്രീയ നേതാക്കളെ അടക്കം വേട്ടയാടുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി.
അങ്ങനെ ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് CPM-നെ അടക്കം 60-ാം പ്രതിയാക്കി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ, രാജ്യത്ത് കെട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിയാക്കിയ ED-യുടെ നടപടി സുപ്രീം കോടതിയെ, പരമോന്നത കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ED നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാ പിന്തുണയും നൽകുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, BJP ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കൊടകര കുഴൽപ്പണ കേസിൽ 9 കോടി രൂപ നേരിട്ട് അവിടെ ചാക്കിൽ കെട്ടി കൊണ്ടുവരുന്നത് കണ്ടുവെന്ന് ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പറഞ്ഞത് അത് കേസല്ലാതായി മാറുകയും ഒരു കേസുമായി യാതൊരു ബലബന്ധം പോലും ഇല്ലാത്ത CPM-ന്റെ നേതാക്കളെ പ്രതിയാക്കുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമല്ലാതെ പകപോക്കലല്ലാതെ മറ്റെന്തെന്നാണ് കേരള സമൂഹം ചോദിക്കുന്നത്. അതിന്റെ പ്രതിഷേധമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ വലിയ പ്രതിഷേധ ജനകീയ റാലി. തീർച്ചയായിട്ടും അത് തന്നെയാണ് സിജു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതാക്കളെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു. എന്നാൽ കൊടകര കുഴൽപ്പണ കേസ് സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടകരയിലേത് കുഴൽപ്പണമല്ല, അതൊരു കവർച്ചാ സംഭവം മാത്രമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ BJP നേതാക്കളെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിൽ സിജു പറഞ്ഞ പോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന കേന്ദ്ര ഏജൻസിക്കെതിരെ ഏൽക്കേണ്ടി വരുന്നു. നിരന്തരമായിട്ട് കൈക്കൂലി ആരോപണം വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നേരിടേണ്ടി വരുന്നു. അതിന്റെ സാഹചര്യത്തിൽ കേരളത്തിൽ വിജിലൻസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒന്നിലേറെ വ്യവസായികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ നേരിട്ട് രംഗത്ത് വരുന്നു. ഈ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കളങ്കിതമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ED മാറുന്നു. എന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ മേലാളന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ, പ്രത്യേകിച്ച് കേരളത്തിൽ CPM-നെതിരെ ഇത്തരത്തിൽ നീങ്ങുന്നത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഈ പ്രതിഷേധം തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധ റാലിയിൽ ഇരമ്പുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ്, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ പ്രതിഷേധ റാലിയിൽ വലിയ മഴയെ കണക്കുകൂട്ടാതെ അല്ലെങ്കിൽ മഴയെ കൂസാതെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സിജു, ശരത്ത്, ഏതായാലും ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ച് മെച്ചപ്പെട്ട രീതിയിൽ അന്വേഷണം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കരുതിക്കൂട്ടി തന്നെ CPM-ന്റെ നേതാക്കളെ SC മൊയ്തീനെയും K രാധാകൃഷ്ണനെയും MM വർഗീസിനെയും പ്രതികളാക്കാൻ കരുതിക്കൂട്ടി നടത്തിയ നീക്കങ്ങൾ കേരളം കണ്ടതാണ്. AC മൊയ്തീന്റെ ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ബാങ്കിൽ ഇട്ടതുപോലും തടഞ്ഞുവെച്ച, അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ED-യുടെ നടപടി, അക്കൗണ്ട് അവസാനം ഫ്രീസ് ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ കോടതി ഇടപെടേണ്ടി വന്നു. അതോടൊപ്പം തന്നെ KR അരവിന്ദ് അച്ഛന്റെ മാതാവിന്റെ പേരിൽ, ചന്ദ്രമതിയുടെ പേരിൽ 65 ലക്ഷം രൂപയുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്നു. കണക്ക് തെളിവ് കാണിച്ചപ്പോൾ ആ ചന്ദ്രമതിയല്ല, അരവിന്ദാക്ഷന്റെ അമ്മയല്ല, മറ്റൊരു ചന്ദ്രമതിയുടെ പേരിൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് നാണം കെട്ട ED. ഇതെല്ലാം കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ, അതിന്റെ നേതാക്കളെ വേട്ടയാടാൻ ഏതൊക്കെ കള്ളക്കേസുകൾ, കള്ളത്തെളിവുകൾ ചമച്ചു എന്നതുകൂടി ഈ കരുവന്നൂർ കേസുമായി, കള്ളക്കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത് കൂടിയുണ്ട്. ശരത്ത്, തീർച്ചയായിട്ടും സിജു, കരുവന്നൂർ കേസിന്റെ എല്ലാ ഘട്ടത്തിലും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ നരേഷനുകളും കൃത്യമായിട്ട് കോടതിയിൽ പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AC മൊയ്തീനെതിരെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇവരുടെ കണ്ടെത്തൽ എന്ന രീതിയിൽ വലിയ മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ച കാര്യങ്ങൾ കോടതിയിൽ നിന്ന് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കോടതി പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ടുള്ള നീതി നിഷേധമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ PR അരവിന്ദാക്ഷന്റെ കേസിനും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും CPM-നെ വളഞ്ഞിട്ട് പിടിക്കുക, നമ്മുടെ നാട്ടിൻ പ്രയോഗം കടമെടുത്താൽ വളഞ്ഞിട്ട് പിടിക്കുക എന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി കൃത്യമായിട്ട് ഇത്തരത്തിൽ ഓരോ വ്യാജ തെളിവുകളും വ്യാജ ആരോപണങ്ങളും വ്യാജ മൊഴികളും ഉണ്ടാക്കി പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും തകർക്കാൻ ശ്രമിക്കുന്നു. ഇതിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് സിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ശരത്ത് ഓങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.